അത് കഴിഞ്ഞിട്ടുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇപ്പോൾ കമ്പം MLA ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടല്ലോ. അധികമായി വരുന്ന ജലം തമിഴ്നാടിന് വിട്ടുകൊടുക്കണം, അവർക്ക് തിരികെ കൊടുക്കണം, നമ്മൾ ഇടുക്കിയിലേക്ക് അത് ഉപയോഗിക്കാൻ പാടില്ലെന്നും പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അത് സുരക്ഷിതമാണെന്നുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയാണ്. ഇതിലെ എങ്ങനെ കാണുന്നത്? ഇതിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു MLAക്ക് നടത്താവുന്ന, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ കേരളത്തിലെ ഒരു മന്ത്രിക്ക് നടത്താവുന്ന വിഷയം പോലും അല്ല ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിന്ന് സുപ്രീം കോടതി ചില കാര്യങ്ങൾ ഇതോടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് കേരളത്തോടും തമിഴ്നാടിനോടും പറഞ്ഞിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് വന്ന ആ വിഷയങ്ങളിൽ സുപ്രീം കോടതിയിലേക്ക് കൃത്യമായ നടപടികൾ സ്വീകരിച്ചുള്ള മറുപടി കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയുണ്ടായി. അതിൽ കുറച്ച് കാലതാമസം വന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഏതായാലും അത്തരം പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന ജലവിഭവ വകുപ്പ് സ്വീകരിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ചുമതലയേറ്റ ശേഷം വളരെ ഇമ്മീഡിയറ്റായി മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള വകുപ്പിൻ്റെ കീഴിൽ വന്ന ഡാമുകളുടെ കാര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം വിളിച്ച് ചേർത്ത് വിഷയം ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ജലവിഭവ വകുപ്പും ചെയ്യേണ്ടതായ കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട്. രണ്ട്, സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി അല്ലാതെ അവിടെ ഏതെങ്കിലും ഒരു MLAക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിക്കോ ഒരു പ്രഖ്യാപനം നടത്തി പരിഹരിക്കാവുന്ന വിഷയമല്ല ഇത്. അതിൽ നിർദ്ദേശങ്ങളുടെ സുപ്രീം കോടതി അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ മാർഗമുള്ളൂ. അതുകൊണ്ട് വീക്കായ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നടത്താൻ കേരള സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എടുത്ത നിലപാടാണ് VD സതീശൻ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക, തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കും. തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിയും തുടരുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അതുകൊണ്ട് ഡാം സുരക്ഷിതമാണോ ഇല്ലയോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു നിലപാടിലേക്ക് വരണമെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ കേരള ഗവൺമെൻറ്റിന് ഒരു സ്റ്റാൻഡുണ്ട്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് സ്റ്റാൻഡുണ്ട്. അത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. അതിനുവേണ്ടി സുപ്രീം കോടതിയോട് നമ്മൾ നമ്മുടെ പ്രയർ സമർപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും നീക്കുപോക്കുകൾ ഉണ്ടാകണമെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അഭിപ്രായ സമന്വയം ഉണ്ടാകും. ആ അഭിപ്രായ സമന്വയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുവാൻ കേരളം തയ്യാറാണ്. അതിനുവേണ്ടി രണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രിമാർ, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ജലവിഭവ വകുപ്പ് മന്ത്രിമാർ രണ്ട് മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു യോഗത്തെക്കുറിച്ച് കേരള സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള വഴികൾ ഗവൺമെൻറ് തീർച്ചയായിട്ടും പരിശോധിക്കുന്നതാണ്. ഏതായാലും കേരളത്തിൻ്റെ പ്രയോറിറ്റി കേരള ജനതയുടെ സുരക്ഷയാണ്. തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിൽ കേരളം തയ്യാറുമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് തരത്തിലുള്ള പ്രസ്താവനകൾ തമിഴ്നാട്ടിലെ ഏതെങ്കിലും MLAമാർ നടത്തി ഇപ്പോൾ ശാന്തമായി നിൽക്കുന്ന ഈ വിഷയത്തെ അനാവശ്യമായ മറ്റ് വാദപ്രതിവാദങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ തമിഴ്നാട്ടിലെ MLAമാരും തമിഴ്നാട് ഗവൺമെൻറ്റും ഈ കാര്യങ്ങളോട് ഇതുവരെ സഹകരിച്ചിരിക്കുന്ന പോലെ ചെയ്യണം എന്ന റിക്വസ്റ്റാണ് കേരള ഗവൺമെൻറ്റിനുള്ളത്. ഓക്കെ, താങ്ക് യു.